CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ പ്രചാരണ പര്യടനത്തിന് തുടക്കമായി. മേഖലയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലും ആതുരാലയങ്ങളിലും ആളൂർ കുംഭാര കോളനിയിലും സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനത്തിന് തുടക്കമായത്. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ കുന്നംകുളം വ്യാപാര ഭവനിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം പടവെട്ടുന്നുവെന്ന് പറയുന്ന കെ മുരളീധരനും VS സുനിൽകുമാറും തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിലെ നേതാവ് ആരെന്ന് വ്യക്തമാക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ NDA തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ പ്രചരണ ഗോതയിൽ സജീവമായിരിക്കുകയാണ്. കൺവെൻഷനുകളും സ്ഥാനാർത്ഥി പര്യടനങ്ങളും തുടരുന്നു. 27ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മുഖ്യപദയാത്ര പാലയൂരിൽ എത്തിച്ചേർന്നു. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ച് നൽകിയ പേപ്പൽ പതാക മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ ഫാദർ ജോസഫ് വൈക്കാടനിൽ നിന്നും പാലയൂർ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ഏറ്റുവാങ്ങി. പാലയൂർ മഹാതീർത്ഥാടന പദയാത്രയ്ക്ക് എളവള്ളി പെരുവല്ലൂർ ഇടവകകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൃശൂർ അതിരൂപത 27ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ചേലക്കര എരുമപ്പെട്ടി മേഖല പദയാത്രികർക്കായി മാനവികതയുടെ മഹത് സന്ദേശമുയർത്തി പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ ദാഹജല കൗണ്ടർ ഒരുക്കി. പെങ്ങേമുക്ക് ഹൈസ്കൂളിന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്ത KSRTC ബസിന്റെ മുൻചക്രം താഴ്ന്നു. കാട്ടക്കാമ്പാൽ പഞ്ചായത്തിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി പൊളിക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി വൈകുന്നതും പൈപ്പ് പൊട്ടി തകർന്ന റോഡ് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ചാലിശ്ശേരി പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എടപ്പാൾ ഉപജില്ലാ കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കായിക വഖഫ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വടക്കേക്കാട് മൂന്നാംകല്ലിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. കല്ലൂർ മൂന്നാംകല്ല് സ്വദേശി കാഞ്ഞൂർ മനവീട്ടിൽ 62 വയസ്സുള്ള ശിവകരനാണ് പരിക്കേറ്റത്. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഏർപ്പെടുത്തിയ മാർത്താണ്ഡ സിംഗ് സ്മാരക അവാർഡ് കാട്ടകമ്പൽ സ്വദേശി MN മണികണ്ഠന് സമ്മാനിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.87 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂട്ടിക്കിടക്കുന്നു. പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും രജിസ്ട്രേഷൻ പ്രവൃത്തികൾ നടക്കുന്നത്. വേലൂർ പഞ്ചായത്ത് 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് പോത്തുകുട്ടി വിതരണം നടത്തി. വടക്കേക്കാട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് വായ്പാ വിതരണം നടത്തി. എരുമപ്പെട്ടി കുന്നത്തേരി റെഡ് വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ കാതോലിക്ക ദിനം ആഘോഷിച്ചു. അബുദാബി KMCC പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമളാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. വിശുദ്ധ റമദാനിന്റെ ഭാഗമായി വിസ്ഡം സ്റ്റുഡന്റ് കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചുണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അൻസാർ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നോമ്പുകാരായ യാത്രക്കാർക്ക് ഇഫ്താർ കിറ്റ് വിതരണം തുടങ്ങി. SKSSF സംസ്ഥാന കമ്മിറ്റി ആതുര സേവനങ്ങൾക്കായി ഏർപ്പെടുത്തിയ സഹചാരി റിലീഫ് സെല്ലിന്റെ ഭാഗമായി പെരുമ്പിലാവ് മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ ശാഖകളിൽ ഫണ്ട് സമാഹരണം നടത്തി. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ കാതോലിക്ക ദിനം ആചരിച്ചു. യോഗയിലൂടെ സമ്പൂർണ്ണാരോഗ്യം എന്ന സന്ദേശത്തോടെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നൽകുന്ന സൗജന്യ യോഗ പരിശീലനം വേലൂരിൽ ആരംഭിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പൊന്നാനി ചാപ്റ്റർ വനിതാ ദിനത്തിന്റെ ഭാഗമായി സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.